പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു അക്കൗണ്ടൻ്റ് തൻ്റെ അക്കൗണ്ടിംഗ് ജോലികൾ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള തെറ്റുകളും സംഭവിക്കാറുണ്ട്. അയാളുടെ അറിവില്ലായ്മ കാരണമാവാം, അശ്രദ്ധ കാരണമാവാം ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് തെറ്റുകൾ സംഭവിക്കുന്നത്, ആ തെറ്റുകളെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇത്തരത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ 4 വിഭാഗങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എറർ ഓഫ് കമ്മീഷൻ, സെക്കൻഡ് എറർ ഓഫ് ഒമിഷൻ, തേർഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് ഫോർത്ത് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇത് നമുക്ക് ഇതിൽ ഓരോ എറേഴ്സും പ്രത്യേകം പരിചയപ്പെടാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ ആണ് എറർ ഓഫ് കമ്മീഷൻ. These are the errors which are committed due to wrong posting of transactions, wrong balancing of the accounts, wrong casting of the subsidiary books. ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത്, ടോട്ടലി ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന തെറ്റുകളെ പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് ഓഫ് കമ്മീഷനിൽ വരാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. മുകളിൽ ജേണലും താഴെ ഒരു ക്യാഷ് അക്കൗണ്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജേണലിൽ ഒരു ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. 1 ജൂലൈ 2017 ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽ അക്കൗണ്ട് ₹15,000. ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും സുനിൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കുമാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് സൈഡിലേക്കാണ്. എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തത് എന്താണ്, തെറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഒരു ജേണൽ എൻട്രിയെ അതേ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് റോങ് പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിന് ഒരു എക്സാമ്പിളാണിത്. വേറൊന്ന് നോക്കാം. ഇവിടെ ജേണൽ തന്നിരിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽ അക്കൗണ്ട് എന്നാണ്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും സുനിൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കുമാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ താഴെ ഈ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് അക്കൗണ്ടിലേക്കാണ്. സുനിൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ്, പക്ഷെ അത് ബൈ മിസ്റ്റേക്ക് സുരേഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലാണ് പോസ്റ്റിങ്ങിൽ വരുന്ന എറേഴ്സ്. ഇനി നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ്, ദെൻ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സെയിൽസ് ഉണ്ട്. അങ്ങനെ ആ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 81,000. ആ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതി. ബാലൻസ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് 65,000 ആണ്. യഥാർത്ഥത്തിൽ 81,000 മൈനസ് 15,000 ആണെങ്കിൽ 66,000 ആണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ബാലൻസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? തെറ്റ് സംഭവിച്ചു. ഇതും ഒരു എററാണ്. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. നമുക്കൊരു പർച്ചേസ് ഡേ ബുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ഡേ ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ക്രെഡിറ്റ് പർച്ചേസ് 2 എണ്ണം അതിൽ എൻട്രി എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്രെഡിറ്റ് പർച്ചേസ് 21,500 സെക്കൻഡ് ക്രെഡിറ്റ് പർച്ചേസ് 7,000 ആണ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് വരേണ്ടത് 28,500 ആണ് യഥാർത്ഥത്തിൽ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് വരേണ്ടത്. പക്ഷെ ഇവർ ടോട്ടൽ ചെയ്ത സമയത്ത്, അക്കൗണ്ടന്റ് ടോട്ടൽ ചെയ്ത സമയത്ത് 29,000 എന്നാണ് ടോട്ടൽ ചെയ്തിട്ടുള്ളത്. ഇതിനെ പറയുന്ന പേര് ഓവർ കാസ്റ്റിംഗ് എന്നാണ്. യഥാർത്ഥത്തിൽ എഴുതേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓവർ കാസ്റ്റിംഗ്. ഇവിടെ 28,500 ആണ് എഴുതേണ്ടിയിരുന്നത്, പക്ഷെ അവർ എഴുതിയത് എത്രയാണ്? 29,000 ആണ്. അതുകൊണ്ട് അത് കൂടുതലാണ്. അതിനെയാണ് ഓവർ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അത് ടോട്ടലിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 28,500 എഴുതേണ്ട സ്ഥലത്ത് 28,000 എന്നാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇതും ഒരു എററാണ്. യഥാർത്ഥത്തിൽ എഴുതേണ്ടതിനേക്കാളും ചെറിയ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ട് ആണ് ഇവിടെ ടോട്ടലായിട്ട് എഴുതിയിട്ടുള്ളത്. ഇതിനെ പറയുന്ന പേരാണ് അണ്ടർ കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വരുന്ന തെറ്റുകൾ പറയുന്ന പേരാണ്
റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡറി ബുക്സ്. റോങ് കാസ്റ്റിംഗ് എന്നാണ് അതിനെ പറയാം. യഥാർത്ഥത്തിൽ എഴുതേണ്ടതിനേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർ കാസ്റ്റിംഗ് എന്നും, യഥാർത്ഥ എമൗണ്ടിനേക്കാളും കുറവാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിനെ അണ്ടർ കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എറേഴ്സ് ഓഫ് കമ്മീഷനിൽ വരുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എറർ ആണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. വെൻ എ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഇറ്റ് ഈസ് കാൾഡ് എറർ ഓഫ് ഒമിഷൻ. ഒരു ട്രാൻസാക്ഷൻ എഴുതാൻ വിട്ടുപോകുക, അതല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ എഴുതി അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടിലേക്ക് മാത്രം പോസ്റ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള എറേഴ്സിനെ വിളിക്കുന്ന ടേമാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. There are two types of errors, error of complete omission and error of partial omission. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ 3 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം സുനിൽ ₹15,000. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽ, താഴെ എഴുതിയിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽ. രണ്ടാമത്തെ ജേണൽ എൻട്രി ക്യാഷ് സെയിൽസ് ആണ്. ജേണൽ എൻട്രി എഴുതേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. പക്ഷെ ഈ ജേണൽ എൻട്രി ഇവിടെ അവർ എഴുതിയിട്ടില്ല. പകരം മൂന്നാമത്തെ ജേണൽ എൻട്രി പെയ്ഡ് സാലറി എന്നാണ്. ജേണൽ എൻട്രി വരേണ്ടത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അത് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 ജേണൽ എൻട്രികൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതേണ്ട സ്ഥലത്ത് ഒന്നാമത്തെ ജേണൽ എൻട്രി എഴുതി, രണ്ടാമത്തെ ജേണൽ എൻട്രി എഴുതാൻ അവർ വിട്ടുപോയി. ദെൻ അതിനുശേഷമുള്ള ജേണൽ എൻട്രികളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. ഒരു ട്രാൻസാക്ഷൻ മുഴുവനായും എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. 3 ട്രാൻസാക്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ക്യാഷ് ബുക്കും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം സുനിൽ 15,000. റെസിപ്റ്റ് ആണ്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ റെസിപ്റ്റ് സൈഡിൽ സുനിൽ അക്കൗണ്ട് 15,000 കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. ക്യാഷ് സെയിൽസിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, അതും റെസിപ്റ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട് 50,000 എന്ന് എഴുതിയിട്ടുണ്ട്. അതിലും മിസ്റ്റേക്കുകളൊന്നും കാണാനില്ല. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് ₹10,000 എന്നാണ്. ഇറ്റ് ഈസ് എ കോൺട്രാ ട്രാൻസാക്ഷൻ. ഒരേ സമയം അത് ഡെബിറ്റ് സൈഡിൻ്റെ ബാങ്ക് കോളത്തിലും ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലും ഇത് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ ജേണൽ എൻട്രി ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണ്, ക്യാഷ് കോളത്തിൽ മാത്രമാണ് അവർ എഴുതിയിട്ടുള്ളത്. പേയ്മെൻറ്റ് സൈഡിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് എവിടെ എഴുതാൻ വിട്ടിട്ടുണ്ട്? ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ എഴുതാൻ അവർ വിട്ടുപോയി. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഭാഗികമായി എഴുതുകയും ഭാഗികമായി വിട്ടുപോവുകയും ചെയ്യുമ്പോൾ അത്തരം എറേഴ്സിനെ പറയുന്ന പേരാണ് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. അതുപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം സുനിൽ, ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുനിൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയാലും അതും പാർഷ്യൽ ഒമിഷനുള്ള ഒരു എക്സാമ്പിളാണ്. തേർഡ് എറർ ടൈപ്പാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. If the accounting principles are violated in recording transactions, it is known as errors of principle. ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഒരു എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഇവിടെ 2 ട്രാൻസാക്ഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് ₹75,000. അതിനവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. എമൗണ്ട് 75,000. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ഫിക്സഡ് അസറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പർച്ചേസസ് അക്കൗണ്ട് എന്ന് എഴുതിയത് തെറ്റാണ്. പകരം അവിടെ എഴുതേണ്ടിയിരുന്നത് മെഷീനറി അക്കൗണ്ട് എന്നാണ്. ഇതൊരു എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. മെഷീനറി റിപ്പയറിംഗ് എക്സ്പെൻസസ് ₹100. മെഷീനറി റിപ്പയർ ചെയ്തു, അതിന് എക്സ്പെൻസ് വന്നത് ₹100 ആണ്. അവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. യഥാർത്ഥത്തിൽ റിപ്പയറിംഗ് എക്സ്പെൻസ് വരുമ്പോൾ ജേണൽ എൻട്രി എഴുതേണ്ടത് റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്.
എക്സ്പെൻസ് ആയിട്ടുള്ള റിപ്പയേഴ്സാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അവർ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് മെഷീനറി അക്കൗണ്ട് ആയിട്ടുള്ള ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ ഇത്തരം എറേഴ്സിനെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ടൈപ്പ് ഓഫ് എററാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് എറേഴ്സ് wherein the effect of one error is compensated by the effect of another error. ഇവിടെ ഒന്നിലധികം എറേഴ്സ് വരുന്നുണ്ട്. അതിൽ ഒരു തെറ്റ് മറ്റൊരു തെറ്റ് കൊണ്ട് പരിഹരിക്കപ്പെടണം. അത്തരം എറേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 2 ട്രാൻസാക്ഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് റെന്റ് റുപ്പീസ് 10,500. സെക്കൻഡ് ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി റുപ്പീസ് 5,000. ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി വരുന്നത് റെന്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നാണ്. ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട് റെന്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. എമൗണ്ട് 10,500 ആണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് 10,000 ആണ്. യഥാർത്ഥത്തിൽ എഴുതേണ്ടതിനേക്കാളും 500 രൂപ എക്സ്പെൻസ് കുറഞ്ഞുപോയി. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ സാലറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എഴുതിയിട്ടുണ്ട് സാലറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. എമൗണ്ട് 5,000 ആണ് യഥാർത്ഥത്തിലുള്ള എമൗണ്ട്, എഴുതിയപ്പോൾ 5,500 എന്നായി. ഇവിടെ നോക്കാം, റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് യഥാർത്ഥത്തിൽ എഴുതേണ്ടതിനേക്കാളും 500 രൂപ കുറച്ച് എഴുതിപ്പോയി. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് യഥാർത്ഥത്തിൽ എഴുതേണ്ടതിനേക്കാളും 500 രൂപ കൂടിപ്പോയി. ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് എറേഴ്സ്, വൺ എറർ കോമ്പൻസേറ്റിംഗ് ദ അതർ എറർ. ഇത്തരത്തിലുള്ള എറേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറർ. ഇത്തരത്തിലുള്ള 4 എറേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാം.